ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ലാപ്സായി കാണാം. അതുകൊണ്ട് ഇസ്രയേലിനുള്ളിൽ ഒരു പുനർവിചിന്തനമുണ്ട്. ഇത് മതിയാവുമോ? തങ്ങളുടെ ഏറിയൽ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോഴെടുക്കുന്ന നിലപാടുകൾ മതിയാവുമോ? സുരക്ഷയാണ് ഇസ്രയേലിന് പ്രധാനമെങ്കിൽ ഈ ഏറിയൽ ഒബ്ജക്റ്റിനെ തടുക്കുന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ മാത്രം പോരാ, നയതന്ത്രവും ആവശ്യമാണ്. ഇനിയിപ്പം വെടിനിർത്തൽ എന്നത് ഇന്നല്ലെങ്കിൽ നാളെ സാധ്യമാകുമായിരിക്കും. പക്ഷെ ആ പ്രശ്നം അതുപോലെ നിൽക്കും. പലസ്തീനിയൻ വിഷയം അതുപോലെ നിൽക്കും. ജൂതന്റെയും അവകാശമാണ്, പലസ്തീനിയൻ അറബികളുടെയും അവകാശമാണ് സ്വതന്ത്ര പരമാധികാര എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് സാധ്യമായില്ല എങ്കിൽ ഒരു സുരക്ഷാ സംവിധാനവും ഒരു ഏറിയൽ ഡിഫൻസ് സിസ്റ്റവും മതിയാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഡോക്ടർ മോഹൻ വർഗീസ് സാറ്, കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ചെറിയൊരു തിരിച്ചടി കിട്ടിയിരുന്നു. അതായത് ഈ അയൺ ഡോമും അയൺ ബീമും ഒക്കെ ഉണ്ട് എന്ന് അവകാശപ്പെട്ട ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രതിരോധ സംവിധാനത്തിലുണ്ടായ പാളിച്ച തന്നെയാണ് എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ ഇസ്രായേലിൽ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഹൂതികൾക്ക് വേദനിപ്പിക്കുന്ന തിരിച്ചടി തന്നെ കൊടുക്കുമെന്നാണ് നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടാകുമോ? ഇസ്രായേലിന്റെ വിഖ്യാതമായ പ്രതിരോധ സംവിധാനം, അതിനെയാണല്ലോ നമ്മൾ അയൺ ഡോം എന്ന് പറയുന്നത്. അയൺ ഡോം എന്ന് പറയുന്നത് ഒരൊറ്റ സംവിധാനമല്ല, ദീർഘദൂര മിസൈലുകളെ തടുക്കുന്നതിന് വളരെ ദൂരം നിന്നും 2000-4000 ഒക്കെ കിലോമീറ്റർ ദൂരം നിന്ന് വരുന്ന മിസൈലുകളെ, ശത്രു മിസൈലുകളെ തകർക്കുന്ന, ഇസ്രായേലിന്റെ അന്തരീക്ഷത്തിൽ കയറുന്നതിനും വളരെ മുൻപ് തന്നെ തകർക്കാൻ കഴിയുന്ന ആരോ സംവിധാനം, കുറച്ചുകൂടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകളെ തകർക്കുന്ന ഡേവിഡ് സ്ലിംഗ്, ദാവീദിന്റെ കവണ, ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയ ദാവീദിന്റെ കവണ എന്ന അർത്ഥത്തിൽ ഭംഗ്യാന്തരേണ പറയുന്ന ഡേവിഡ് സ്ലിംഗ്, അതുപോലെ ചെറിയ മൊളോട്ടോ കോക്ടെയിൽസ്, ചെറിയ റോക്കറ്റുകൾ, ഇതിനെയൊക്കെ തടുക്കുന്ന അയൺ ഡോം. ഇത് മൂന്നും കൂടെ ചേർന്നതും നമ്മൾ അയൺ ഡോം എന്ന് തന്നെയാണ് പറയുക. ഇതാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം. പഴുത്തുകളില്ലാത്ത പ്രതിരോധ സംവിധാനം എന്ന ഇസ്രയേലിന്റെ ആ ഒരു അഹങ്കാരത്തിന് ഏറ്റ അടിയായിരുന്നു ഒക്ടോബർ 7, 2023 ആയിരക്കണക്കിന് ചെറുതും വലുതുമായ റോക്കറ്റുകളാണ് ഹമാസ് ഗാസയുടെ മണ്ണിൽ നിന്നും ഇസ്രയേലിനെതിരെ വിക്ഷേപിച്ചതും അതിന് സമാന്തരമായി ഇസ്രയേലിന്റെ മണ്ണിൽ കടന്നു കയറി 1200 പേരെ വധിച്ചതും ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ലാപ്സായി കാണാം. അതുകൊണ്ട് സെക്യൂരിറ്റി ഈസ് ബീഫ്ഡ് അപ്പ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, പാകിസ്ഥാന്റെ ഏറിയൽ ഒബ്ജക്ട്സിനെ, ഡ്രോണുകളെയും വിമാനങ്ങളെയും അല്ലെങ്കിൽ മിസൈലുകളെയും ഒക്കെ തടുക്കാൻ വേണ്ടി ഇന്ത്യക്ക് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. റഷ്യയുടെ കയ്യിൽ നിന്നും വാങ്ങിയ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം, അത് ഏറിയൽ ബാറ്ററീസ് ആണ്. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന മിസൈലുകളാണ്. ആകാശത്തൂടെ വരുന്ന ഏത് ഒബ്ജക്റ്റിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന മിസൈലുകളാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ സംവിധാനം. അതുകൊണ്ട് ഇസ്രയേലിന് ഇപ്പം അമേരിക്കൻ നിർമ്മിത കവചങ്ങളുണ്ട്, പേട്രിയോട്ട് മിസൈലുകളുണ്ട്, ഥാദ് സംവിധാനം ഉണ്ട്. ഇതെല്ലാം തന്നെ ആകാശത്തു നിന്ന് വരുന്ന ശത്രുവിനെ, മിസൈലുകളുടെ രൂപത്തിലും മറ്റും വരുന്ന ശത്രുവിനെ തടയുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ. കാരണം ഇസ്രയേൽ ചെറിയൊരു രാജ്യമാണ്. ആ രാജ്യത്തെ ഭസ്മമാക്കാൻ തക്ക രീതിയിലുള്ള മിസൈൽ ശേഖരം ചുറ്റുപാടുള്ള രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അതുള്ളത്. അപ്പൊ അതിൽ വിള്ളൽ വീഴുന്നു. കാരണം നിരന്തരമായി ഇപ്പൊ ഇറാൻ അയച്ച മിസൈലുകൾ, നൂറുകണക്കിന് മിസൈലുകളാണ് ഒന്നിനു പുറകെ ഒന്നായി ഇറാൻ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ വർഷിച്ചത്. അതിൽ നല്ലൊരു പങ്കും ഈ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകരുന്നു. പക്ഷെ കുറെ മിസൈലുകളെങ്കിലും ഇസ്രായേലിന്റെ മണ്ണിൽ പതിച്ചു. അതുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ ഒരു പുനർവിചിന്തനമുണ്ട്. ഇത് മതിയാവുമോ? തങ്ങളുടെ ഏറിയൽ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോഴെടുക്കുന്ന നിലപാടുകൾ മതിയാവുമോ? അതുകൊണ്ട് കൂടുതൽ സംവിധാനങ്ങളുമായി അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാനായിട്ട് വരുന്നു. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ സുരക്ഷയാണ് ഇസ്രായേലിന് പ്രധാനമെങ്കിൽ ഈ ഏറിയൽ ഒബ്ജക്റ്റിനെ തടുക്കുന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ മാത്രം പോരാ, നയതന്ത്രവും ആവശ്യമാണ്. ഒരു ആക്രമണ ഭീഷണി ഒഴിവാക്കുന്നതിലൂടെയും സുരക്ഷയാകാം. കാരണം ആക്രമണം നടത്തിക്കോട്ടെ, ഞങ്ങൾ പ്രതിരോധിച്ചുകൊള്ളാം എന്ന് പറയുന്നതിനേക്കാൾ ആക്രമണം നടത്താനുള്ള അന്തരീക്ഷം ഒഴിവാക്കണം. അവിടെയാണ് ഇസ്രായേൽ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരേണ്ടത്. ഇനി ഒരു കാര്യത്തിലേ ഉള്ളൂ നെഗോഷിയേഷൻ. ഇനിയിപ്പം വെടിനിർത്തൽ എന്നത് ഇന്നല്ലെങ്കിൽ നാളെ സാധ്യമാകുമായിരിക്കും. പക്ഷെ ആ പ്രശ്നം അതുപോലെ നിൽക്കും. പലസ്തീനിയൻ വിഷയം അതുപോലെ നിൽക്കും. ശാശ്വതമായ സമാധാനം ഇസ്രായേൽ ഉണ്ടാകണമെങ്കിൽ, മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഉണ്ടാകണമെങ്കിൽ, ജൂതന് സമാധാനമായി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കോ എക്സിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, സഹവസിക്കേണ്ടതുണ്ട്. അധിവസിക്കുക മാത്രമല്ല,
സഹവസിക്കേണ്ടതുണ്ട്. പലസ്തീനിയൻ ജനതയോടൊപ്പം രണ്ട് രാജ്യങ്ങളായി, ടു സ്റ്റേറ്റ് സൊല്യൂഷൻ, ഇതാണ് സ്വതന്ത്ര പരമാധികാര ഇസ്രയേലിനെ പലസ്തീനും അറബ് രാജ്യങ്ങളും അംഗീകരിക്കണം. അതേപോലെ തന്നെ നിലവിലുള്ള ഗാസയും വെസ്റ്റ് ബാങ്കും ജെറുസലേമും ചേർത്ത്, ഈസ്റ്റേൺ ജെറുസലേമും ചേർത്ത് സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ ഉണ്ടാവുകയും അതിനെ ഇസ്രായേൽ അംഗീകരിക്കുകയും വേണം. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ എളുപ്പമാണ്. അങ്ങനെയല്ല, ഇത് രണ്ട് പക്ഷത്തിനും നിലനിൽക്കാനാവണം. അത് രണ്ട് കൂട്ടരുടെയും, ജൂതന്റെയും അവകാശമാണ്, പലസ്തീനിയൻ അറബികളുടെയും അവകാശമാണ് സ്വതന്ത്ര പരമാധികാര എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് സാധ്യമായില്ല എങ്കിൽ ഒരു സുരക്ഷാ സംവിധാനവും ഒരു ഏറിയൽ ഡിഫൻസ് സിസ്റ്റവും മതിയാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാർ, ഇവിടെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ശരിക്കും ഈ ഹൂഥികൾ ഇപ്പോഴും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിന് പിന്നിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഹൂഥികൾ യമൻ എന്ന രാജ്യത്ത്, യമനിലെ ഒരു ട്രൈബൽ വിഭാഗമാണല്ലോ ഹൂഥികൾ. ഹൂഥികളെ സഹായിക്കുന്നത് ഇറാനാണ്. ഹൂഥികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ പ്രദേശം, അത് വടക്കൻ യമൻ പ്രദേശമാണ്, വടക്കും പടിഞ്ഞാറുമായ യമൻ, അത് ചെങ്കടൽ തീരത്തെ മേഖലയാണ്. ആ മേഖലയിലൂടെയാണ് ഈ കപ്പലുകൾ ചെങ്കടലിലേക്ക്, അറബിക്കടലിൽ നിന്നും ചെങ്കടലിലേക്ക് പ്രവേശിച്ച് സൂയസ് കനാൽ വഴി മധ്യധരണ്യാഴിയിലേക്ക്, അതായത് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗം നിയന്ത്രിക്കുന്ന ഹൂഥികൾ നിർണായകമായ ഒരു സാന്നിധ്യമാണ്. ഒരു വൻ ശക്തി എന്നൊന്നും പറയാനാവില്ല എങ്കിലും ഇസ്രയേലിനെ മാത്രമല്ല, അവിടെ ഇസ്രയേലി താല്പര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ പാശ്ചാത്യ താല്പര്യങ്ങളുള്ള ഏത് കപ്പലിന് നേരെയും ആക്രമണം നടത്താൻ ഹൂഥികൾ തദ്ദേശീയമായി വികസിപ്പിച്ച ചില മിസൈലുകളും ഇറാനിൽ നിന്നും വലിയ തോതിൽ ലഭിച്ച സഹായത്തിൽ നിർമ്മിച്ച മിസൈലുകളും എല്ലാം ഉണ്ട്. ഈ മിസൈലുകൾ ഇടയ്ക്കിടയ്ക്ക് പലസ്തീനിയൻ വിഷയം കത്തി നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഗസയ്ക്ക് നേരെ അല്ലെങ്കിൽ ഹമാസിന് നേരെ ഗസയുടെ മണ്ണിലേക്കുള്ള ആക്രമണം വർദ്ധിക്കുന്ന ഓരോ സമയത്തും ഇറാന്റെ പിന്തുണയോടെയാണെങ്കിൽ പോലും ഹൂഥികൾ നിരന്തരമായ മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ടെലവീവിലുള്ള ഡേവിഡ് ബെൻഗൂരിയൻ എയർപോർട്ട് പല ആവർത്തി മിസൈൽ ആക്രമണത്തിന് വിധേയമായി. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പോലും ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം ഇതിനെയൊക്കെ തടുത്തു എന്നത് ശരിയാണ്. എങ്കിൽ പോലും നിരന്തരം ഉണ്ടാകുന്ന ആക്രമണം, ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലി എയർഫോഴ്സ് പല ആവർത്തിയാണ് സനായിലും, അതായത് ഈ യമന്റെ ഇപ്പോൾ യഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനായിലും യഹൂദികളുടെ മറ്റ് കേന്ദ്രങ്ങളിലും ഓയിൽ സംഭരണ കേന്ദ്രത്തിൽ, ആയുധ സംഭരണ കേന്ദ്രത്തിൽ, തുറമുഖം, യഹൂദികളുടെ തുറമുഖത്തിൽ ഇന്ന് വേണ്ട യഹൂദികളുടെ ആയുധപ്പുരയിൽ എല്ലാം തന്നെ ഇസ്രായേൽ പല ആവർത്തി ആക്രമണം നടത്തി. ഇത്രയെല്ലാം ആക്രമണം നടത്തുമ്പോഴും വീണ്ടും ഒരംഗത്തിലുള്ള ബാല്യം ഹൂഥികൾ കാട്ടുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എവിടെ നിന്നോ സഹായം വരുന്നു എന്ന് വ്യക്തമാണ്. മാത്രമല്ല, അവരൊരു എക്കാലത്തും ഫൈറ്റിംഗ് ഫോഴ്സായി സൗദിക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ തന്നെ നിരന്തരമായ ഒരു ഫൈറ്റിംഗ് മോഡിൽ, ഒരു ഫൈറ്റിംഗ് ഗിയറിൽ നിൽക്കുന്ന വിഭാഗമാണ് ഹൂഥികൾ. അതുകൊണ്ട് ഇപ്പം ഹമാസിന്റെ വിഷയം അവസാനിച്ചാൽ പോലും ഹൂഥികൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് അത് തീരാ തലവേദനയാണ്. അതിലെ പാസ് ചെയ്യുന്ന ബാബെൽ മന്ദേബ് എന്ന ആ ഒരു കടലിടുക്ക്, അതിലെ ബാബൽ മന്ദേബ് കടന്നാണല്ലോ ചെങ്കടലിലേക്ക് കപ്പലുകൾക്ക് പ്രവേശിക്കാനാകുന്നത്. ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് 20% നടക്കുന്നത് ആ പ്രദേശത്തു കൂടിയുള്ള കപ്പൽ വ്യാപാരത്തിലൂടെയാണ്. അതല്ല എങ്കിൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ മുൻപ് മൊത്തം ചുറ്റി വളഞ്ഞു വേണം യൂറോപ്പിലെത്താൻ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകാൻ. അതുകൊണ്ട് ആ പ്രദേശത്തെ ഹൂഥികളുടെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും, യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ താല്പര്യമുണ്ട്. ഒരുപക്ഷെ അമേരിക്ക ഇസ്രയേലിനെ കൊണ്ട് ഹൂഥികളെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു നടപടി അതുകൂടിയാണ് ഇപ്പൊ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. സമാന്തരമായി ഒരു പിടി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മധ്യപൗരസ്യ പ്രദേശം. അതിലൊന്നു തന്നെയാണ് ഈ ഹൂഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതൊരു പെരിനിയൽ പ്രശ്നമായി തുടരാൻ തന്നെയാണ് സാധ്യത.